1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നമ്മൾ ഇനി പോകുന്നത് സ്മിത ഹരിദാസിന്റെ റിപ്പോർട്ടിലേക്കാണ്. ആറ്റുകാൽ പൊങ്കാല അർപ്പണത്തിന് തുടക്കമായിരിക്കുന്നു. പണ്ടാരടുപ്പിൽ നിന്ന് തീ പകർന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നത്. അനന്തപുരിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി സ്മിത ഹരിദാസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സ്മിത, നേരത്തെ പെട്ടെന്നൊരു വാർത്ത വന്നതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് പോകേണ്ടി വന്നത്. പറയൂ. ജി കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതായിരുന്നു. ഇത് ഉച്ചയ്ക്ക് പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പൊങ്കാല കലങ്ങളിലും നിവേദ്യത്തിനുള്ള തയ്യാറാക്കലുകളാണ് നടക്കുന്നത്. അത് പൊങ്കാല തിളച്ചു തൂവുന്നു, അത് അടച്ചു വെച്ചിട്ട് ക്ഷേത്ര ദർശനത്തിനായി ഭക്തജനങ്ങൾ പതിവ് പോലെ ദേവിയെ കണ്ട് തൊഴുവാൻ വേണ്ടി വരുന്നു. അതിന് ഒരുപാട് നീണ്ട നിരയാണ്, അത് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. അതോടൊപ്പം തന്നെ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രഗ്രഹണം ഉള്ളതുകൊണ്ട് നേരത്തെ നട അടയ്ക്കും. 3:10 ഉച്ച കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് നട തുറക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപേ തന്നെ ദേവീ ദർശനം പൂർത്തിയാക്കണം. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2:10 ആകുമ്പോൾ, കൃത്യം 2:10 അപ്പോഴാണ് പൊങ്കാല സമർപ്പണം പൂർത്തിയാകുന്നതിനുള്ള നിവേദ്യം. അത് ഉണ്ടാകുന്നത് ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം, പ്രത്യേക തീർത്ഥം കൊണ്ടുവന്ന് പണ്ടാര അടുപ്പിലെ പൊങ്കാലയിൽ തളിക്കുന്നു. ആ തീർത്ഥം അതോടുകൂടി അത് നിവേദ്യമായി മാറുന്നു എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതുപോലെ 350 പൂജാരിമാർ ഉണ്ട്. അവർ എല്ലാ വശത്തേക്കും പോയിട്ട് ഒരേ സമയം തന്നെ ഈ ഭക്തരുടെ പൊങ്കാല കലങ്ങളിലും തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമർപ്പണം പൂർത്തിയാകുന്നു എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ പൊങ്കാല തയ്യാറായി കഴിഞ്ഞാൽ പോലും ഈ ചടങ്ങ് കൂടി കഴിയുമ്പോഴാണ് പൊങ്കാല സമർപ്പണം പൂർത്തിയാകുന്നത്. നമുക്കറിയാം, എത്രയെത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്നതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1 വർഷത്തോളം കാത്തിരുന്നുള്ള ഭക്തരുടെ ഈ ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന് വ്രതം നോറ്റ് ദിവസങ്ങളോളം വ്രതം നോൽക്കുന്നവരുണ്ട്, ഒരു ദിവസം മാത്രം വ്രതം നോൽക്കുന്നവരുണ്ട്, മത്സ്യ മാംസാദികൾ അത് വർജിച്ചിട്ട് വ്രതം നോക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഈ വിശ്വാസങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നെത്തുന്നവരുണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് പ്രത്യേകതകളാണ്. ഇന്നത്തെ ചടങ്ങുകൾ തോറ്റമ്പാട്ടിൽ തന്നെ കണ്ണകി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നത് പാടിക്കഴിഞ്ഞാണ് ഈ ചടങ്ങ് തുടങ്ങുന്നത് തന്നെ. അത് അടുപ്പുകെട്ടും, ശുദ്ധപുണ്യാഹം, അടുപ്പുകെട്ട്, ഒപ്പം തന്നെ പൊങ്കാല നേദിക്കുന്നു. അതിൻ്റെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അതിന് ശേഷമാണ്. തോറ്റമ്പാട്ടുണ്ട്, ഒപ്പം കുത്തിയോട്ടമുണ്ട്. കുത്തിയോട്ട കുട്ടികളൊക്കെ തന്നെ ഇതിൽ പോകുന്നത് നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അതെല്ലാം കൗതുകമായ ചില വിവരങ്ങളാണ്. ഇതെല്ലാം ഐതിഹ്യവുമായി ചേർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. മഹിഷാസുരനെ നിഗ്രഹിക്കുന്ന സമയത്ത് ദേവിക്ക് ഒപ്പമുണ്ടായിരുന്ന ദേവഭടന്മാരാണ് ഈ കുത്തിയോട്ടത്തിനായി എത്തുന്നവർ എന്നാണ് പറയുന്നത്. അപ്പോൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 581 കുട്ടികളാണ് ഇത്തവണയുള്ളത്. അവർ 1008 നമസ്കാരം ഇന്നത്തോടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടോടെ അവർ ചൂരൽ കുത്തി വൈകിട്ട് ദേവി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഒപ്പം പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം തിരിച്ചെത്തിക്കഴിയുമ്പോൾ അവരുടെ ഇത്രയും ദിവസത്തെ 7 ദിവസം നീളുന്ന അവരുടെ ആ ഒരു വഴിപാടെന്ന് തന്നെയാണ് പറയുന്നത്, അത് തീരുകയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പോകാതെയാണ് ഈ കുട്ടികൾ 7 ദിവസം അവിടെ നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള ബാലികമാരുടെ താലപ്പൊലിയുണ്ട്. ദേവിക്ക് മാതൃഭാവം കൈവരിക്കുന്നതിനായാണ് ഈ കുട്ടികൾ നല്ല ഭംഗിയിൽ സർവാഭരണ വിഭൂഷിതകളായിട്ട് പുഷ്പകിരീടമൊക്കെ ചൂടിയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും. അത് 1:30-ക്കുള്ളിൽ തന്നെ ആ കുട്ടികൾ ഇന്ന് അകത്തേക്ക് കയറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു അറിയിപ്പ് കൂടിയായിട്ട് അത് പറയാൻ കഴിയും. കാരണം ചന്ദ്രഗ്രഹണം ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ആക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കുകെട്ട് എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട്. വിളക്കുകെട്ടും നല്ല മനോഹരമായ ഒരു കുരുത്തോലയാണ് അതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. വർണ്ണക്കടലാസുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ആ വിളക്കുകെട്ട് കാഴ്ചയും ഇന്ന് രാത്രി അത് കാണാനുണ്ടാവും. അത് കഴിഞ്ഞ് രാത്രി വിളക്കെഴുന്നള്ളിപ്പുണ്ട്. ദേവി ശാസ്താവിനെ കാണാൻ, സഹോദരനെ കാണാനുള്ള പുറപ്പെടൽ. അതും കഴിഞ്ഞ് നാളെയാണ് ശരിക്കും പറഞ്ഞാൽ ഉത്സവം സമാപിക്കുക. അപ്പോൾ കാർത്തിക നാളിൽ തുടങ്ങിയിട്ട് 10-ാം നാളിലാണ്. ഇന്ന് മകം പൂരം നാളാണ്. പൂരം നാളിൽ പൗർണമി നാളിലാണ് ആറ്റുകാൽ പൊങ്കാല. അതിൻ്റെ പിറ്റേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ 10-ാം നാളിലാണ് ഉത്സവം പൂർത്തിയാകുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ കാണാം, ഒരു വശത്ത് നിന്നൊക്കെ ദേവിയെ കണ്ട് തൊഴുവാൻ വേണ്ടി. കാരണം അത്രയും ക്യൂവിൽ നിൽക്കാൻ ചിലർക്കൊക്കെ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. കാരണം നല്ല ചൂടാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഒരു വശത്ത് വന്ന് ചില വഴിപാടുകളൊക്കെ കഴിക്കുന്നു. അങ്ങനെയുള്ള കുറേ പേരൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ട്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് തിരുവനന്തപുരത്ത് നെടുങ്കാടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന എറണാകുളത്താണ്. ചേച്ചി ഇപ്പം വന്നേക്കണത്. അപ്പൊ തൊഴുതോ? തൊഴുതു. രാവിലെ പൊങ്കാല ഇട്ടോ? പൊങ്കാല ഇട്ടില്ല, ഇപ്രാവശ്യം ഇട്ടില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 മണിക്ക് കിട്ടുള്ളൂ. മുമ്പും വന്നിട്ടുണ്ടോ? ഞാനിവിടെ 15 വർഷമായി. ശരി, സ്മിത ഹരിദാസ് ആണ് ആറ്റുകാൽ
പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്ന ഈ സമയത്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.